നമ്മൾ പഴുക്കാൻ എടുത്തു വെച്ച മാങ്ങകളെല്ലാം തന്നെ പഴുത്തിട്ടുണ്ട് കേട്ടോ. പഴുക്കുന്നതിനോടൊപ്പം തന്നെ ചില മാങ്ങകളിൽ കേടുമുണ്ട്. അപ്പം ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന മാങ്ങ തോടിൽ നല്ല കളറ് വന്നിട്ടില്ലെങ്കിലും പഴുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണവും ഉണ്ട്. അപ്പം നമുക്കതൊന്ന് കട്ട് ചെയ്ത് നോക്കാവേ. കട്ട് ചെയ്യാവേ നമുക്ക്. ഇത് പക്ഷേ ഇത് ഇങ്ങനെ ഈ ഒരു കളറിലാണ് വരുന്നത് കേട്ടോ. ഇത് ഞാൻ പഴുക്കാൻ വെച്ചപ്പോൾ കുറച്ച് മാങ്ങകൾ കേടായിട്ടുണ്ട്. ഇതിനും ചെറിയൊരു കേടുണ്ട് കേട്ടോ സൈഡിലൊക്കെ. അതെന്താണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ ഇവിടെ ആദ്യമായിട്ടുണ്ടാവുന്ന മാങ്ങയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കഴിച്ച് നോക്കാം. പക്ഷെ നല്ല മധുരമുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട്. പക്ഷെ ഈ മാങ്ങ ഈ പാകമാവുന്നതിന് മുന്നേ മാവിൽ നിന്നിട്ട് തന്നെ പൊട്ടുന്നുണ്ടായിരുന്നു. അത് കാരണമാണ് ഞാൻ ഇത് എടുത്ത് പഴുക്കാൻ വയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ കുറച്ചധികം മാങ്ങകൾ പഴുത്ത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ പാലയിലയിൽ ഇത് പഴുപ്പിക്കാൻ വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ എടുത്തത് കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഇത് ഏത് മാങ്ങയാണ്, ഇത് ഏത് മാവാണെന്നൊക്കെ. പക്ഷേ കൃത്യമായി എനിക്കതൊരു മറുപടി തരാൻ കഴിയാത്തത് കാരണം എനിക്കറിയില്ല ഇത് ഏത് ഇനത്തിൽപ്പെട്ട മാവാണെന്ന്. ഒരു നഴ്സറിയിൽ നിന്ന് ഞങ്ങൾ മേടിച്ച് നട്ടതാണ്. അപ്പോൾ അന്ന് എന്തോ പേര് പറഞ്ഞു, പക്ഷേ ഞാൻ വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. അവരും കറക്റ്റൊന്നും അല്ല പറഞ്ഞു തന്നത്. അതിന് ടാഗൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അറിയാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് കൃത്യമായ ഒരു മറുപടി കമൻസിനൊന്നും തരാതെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.